ഋഷി എന്നില്ല. കാര്യം അവന് സ്കൂൾ തുറക്കുന്ന കാരണം റെസ്റ്റ് വേണ്ടതുകൊണ്ട് അവന് 3-ാം തീയതി സ്കൂൾ തുറക്കും. അതുകൊണ്ട് അവന് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം തിരുനെൽവേലിക്ക് അടുത്തെത്തി. നമ്മൾ തുടങ്ങിയ സമയത്ത് വണ്ടി എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്ക് കാരണം. അപ്പോൾ നമ്മൾ തഞ്ചാവൂരേക്കാണ് പോകുന്നത്. തഞ്ചാവൂരുള്ള യാത്രകളും അവിടെ അത്യാവശ്യമായിട്ട് കാണാൻ പറ്റുന്ന വ്യൂസ്, പിന്നെ തഞ്ചാവൂർ പോയിട്ടുള്ള വ്യൂസൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവിന് ശേഷം ഏകദേശം തഞ്ചാവൂർ എത്തിയിട്ടുണ്ട്. രാവിലെ ഒരു 6:30 മണിയായപ്പോൾ തഞ്ചാവൂർ എത്തി. കുറച്ച് നേരത്തെ എത്തേണ്ടതാണ്. പിന്നെ ഇടയ്ക്കൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത്. കാര്യം ഈ വെട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് ഓട്ടിക്കുന്ന കണ്ണിനെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അന്ന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ശ്രീ മുത്തു ലോഡ്ജ് എന്നൊരു ലോഡ്ജാണ്, നല്ല ലോഡ്ജാണ്. അപ്പോൾ നമ്മളവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇനിയിപ്പോൾ റൂം ഉണ്ടോ എന്നൊക്കെ നോക്കാവുന്ന വണ്ടി കൊണ്ടിങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് റൂം. നമ്മൾ ഇന്നത്തെ വന്നൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് AC റൂം എടുത്തിട്ടുണ്ട്. കാര്യം ഇല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, ഇവിടെ ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വന്നപ്പോൾ AC റൂമാണ് എടുത്തത്. ഇവിടെ AC റൂമാണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം 1700 രൂപയാണ് റൂമിൻ്റെ റെൻറ്റ്. ടോയ്ലറ്റൊക്കെ കൊള്ളാം, ഒത്തിരി വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ്. പ്രശ്നമില്ല, മുമ്പ് വന്നൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ തന്നെ റൂമിനകത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഒന്ന് വിശ്രമിക്കണം. വിശ്രമിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് എണീറ്റിട്ട് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയിട്ട് പിന്നെ അവിടുത്തെ കാഴ്ചകൾ കാണാം. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ തഞ്ചാവൂർ പെരിയ കോവിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രകളിൽ ഇനി കാണിക്കാം, കോവിലും അമ്പലവും എല്ലാം കാണിക്കാം. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. പെരിയ കോവിലോട്ട് പോവുകയാണ്. അതിന് മുമ്പ് ടിഫിൻ കഴിക്കണം. ഇവിടെ അടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഫുഡ് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് കഴിച്ചില്ല. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ആനന്ദഭാവം കിട്ടും എന്നാണ് ഞാൻ മുമ്പ് വന്നപ്പോൾ എൻ്റെ ഒരു അറിവ്. അവിടെ കയറിയിട്ട് എന്തെങ്കിലും സിമ്പിളായിട്ട് ആഹാരം കഴിക്കണം. ഇതാണ് നമ്മൾ ഇവിടുന്ന് 7 കിലോമീറ്ററാണ് തഞ്ചാവൂർ അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നാടൻ കരിക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഇവിടുത്തെ. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുകയാണ്. ഇതിവിടെ ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, മഹേഷും ഉണ്ട്. കാർ ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഹോളിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇരുന്നു കുറച്ച് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടുത്തെ പൊങ്കൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. പൊങ്കൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അവിടുത്തെ പിന്നെ ഇവിടെ ഒരുപാട് സ്വീറ്റ്സൊക്കെ കിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു വൃത്തിയുള്ള ഹോട്ടലാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി. നല്ല ചൂടുണ്ട്. തഞ്ചാവൂർ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് മഴയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി വന്നെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. നമ്മൾ ഓർഡർ ചെയ്ത പൊങ്കൽ വന്നിട്ടുണ്ട്. നല്ല ഇതാണ് കേട്ടോ. വാഴയിലയിൽ നല്ല ചമ്മന്തി, നല്ല ചൂട് വട, സാമ്പാർ, പൊങ്കൽ. ഒരുപാട് അന്യായ ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിങ്ങനെ മഹേഷ് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഞാൻ തഞ്ചയുടെ ഓരോ ടേസ്റ്റുകളും മഹേഷിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുണ്ട്, പക്ഷേ തിന്നണ തിരക്കിലാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഈവനിങ് ഏകദേശം 5 മണിയായി. ഇവിടെ ഭയങ്കര ഹീറ്റായിരുന്നു. അപ്പോൾ രാവിലെ പോയപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര സൺലൈറ്റ്, പിക്ചർ ക്ലാരിറ്റി ഒന്നുമില്ല. ഒടുക്കത്തെ വെയിലും ചൂടുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് അമ്പലത്തിൽ ഒന്ന് തൊഴുതു, പെട്ടെന്ന് ഇറങ്ങി. കാര്യം അവിടെ ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഈവനിങ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം നൈറ്റ് വിഷ്വൽസ്, അതായത് ഈവനിങ് വിഷ്വൽസ് അവിടെ നന്നായിട്ട് ലൈറ്റ് ഇടുവേ. അപ്പോൾ ആ ഈവനിങ് വിഷ്വൽസ് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ. മഹേഷ് കാർ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ആ ഈവനിങ് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും തഞ്ചാവൂരിൻ്റെ ഈവനിങ്. കാര്യം അവർ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിതൊരു ഈവനിങ് അവിടെ പോയിട്ടില്ല. അപ്പോൾ അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഞാൻ ഇതിൻ്റെ ട്രാവൽ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നമുക്ക് തഞ്ചാവൂർ പോകുമ്പോഴത്തേക്ക് പിക്ചർ ക്ലാരിറ്റി ഇടുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. വെയിലിൻ്റെ ഒരു ഇതും കൂടെ ആയതുകൊണ്ട് നമുക്ക് പകൽ ദൃശ്യങ്ങൾ അവിടെ പകർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് ഈവനിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടെ നല്ല മികവേർന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ കാഴ്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി അവിടെ പോയിട്ട് എടുക്കാൻ വേണ്ടി അറിയുമോ എന്താവും എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അന്തരീക്ഷം ഓക്കെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ആ ദൃശ്യങ്ങൾ, തഞ്ചാവൂരിൻ്റെ ക്ഷേത്രത്തിൻ്റെ രാത്രി ദൃശ്യങ്ങൾ, അവിടെ ദീപങ്ങളൊക്കെ തെളിയിച്ചതിന് ശേഷമുള്ള ആ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ പരമാവധി ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. കാര്യം 5 മണി ആയില്ലേ. എല്ലാവരും സ്കൂളുണ്ടോയെന്ന് അറിയില്ല. രാവിലെ കുറേ സ്കൂൾ പിള്ളേരെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പോകുന്നുണ്ടോ, അപ്പോൾ അവരൊക്കെ പോയി കാണുമായിരിക്കും. പക്ഷേ ഇവിടെ സ്കൂൾ അങ്ങനെ നമ്മുടെ നാട്ടിലെ ഓഫീസ് വിടുന്ന റഷൊന്നും കാണാനില്ല. എന്നാലും രാവിലെ വന്നതിനേക്കാളും കുറച്ചധികം തിരക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ തിരക്കിലേക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ പോയിട്ട് അവിടെ നമ്മൾ നടന്നാണ് പോകേണ്ടത്. അപ്പോൾ ആ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കേച്ച് ചെയ്ത് തരാം. ഓക്കെ, തമിഴ്നാട്ടിലെ ആൾക്കാരുടെ പ്രത്യേകത ഉണ്ട്, ഇവർ ആരും ഹെൽമെറ്റ് ഉപയോഗിക്കില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 ഹെൽമെറ്റ് വേണം. ഇവിടെ ഹെൽമെറ്റ് ഒന്നും വിഷയമല്ല.
അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന നാടാണെന്ന് തോന്നുന്നു. ഹെൽമെറ്റൊന്നും ആൾക്കാർ വയ്ക്കാറില്ല, സീറ്റ് ബെൽറ്റ് ഇടാറില്ല. പക്ഷെ ഇപ്പം നേരെ ശ്യാമസുന്ദര മനോഹരമായ തീരത്തൂടെ കടന്നു വരുന്ന പോലൊരു അറ്റ്മോസ്ഫിയറാണ്. ചെറിയ വെട്ടം ഉണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. ചൂട് ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ചൂടുണ്ടില്ല എന്ന് പറയുന്നില്ല. അപ്പം നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗെയ്സ് ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവറല്ല, വണ്ടിയുടെ ഓണർ. അദ്ദേഹം വളരെ പാടുമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ വണ്ടി തന്നില്ല. കാര്യം നിനക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് വേണമെങ്കിൽ നീ തന്നെ വീഡിയോ എടുക്കണമെന്ന് നിർബന്ധിച്ച് എൻ്റെ വീഡിയോ യൂട്യൂബിൽ പരമാവധി ഹിറ്റാക്കി എന്നെ ഒരു വലിയ മനുഷ്യനാക്കാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താറായി. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. എൻ്റെ കണ്ണുകൾക്ക് ഗോചരമാണ്, പക്ഷേ ക്യാമറ കണ്ണുകൾക്ക് ഗോചരമാണെന്ന് അറിയില്ല. ഇവിടുന്ന് ആ പെരിയ ടെമ്പിളിൻ്റെ മകുടം നമുക്ക് ഏകദേശം കാണാൻ പറ്റും, പക്ഷേ ക്യാമറ അത്ര നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടുന്ന് ആ വിഷ്വൽസിൽ ക്ലിയറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കയറണം. റൈറ്റിലേക്ക് തിരിഞ്ഞ് കയറി ഒരു പാലം കയറുമ്പോഴത്തേക്ക് ആണ് നമുക്ക് തഞ്ചാവൂർ ടെമ്പിളിൻ്റെ ദൃശ്യങ്ങൾ റോഡിൽ നിന്ന് തന്നെ ദൃശ്യമാവും. അപ്പോൾ ഇവിടെ നിന്ന് ഈ റൗണ്ടാനയുണ്ട്. ഈ റൗണ്ടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് സർക്കിളാണ്. തമിഴ്നാട്ടിൽ ഞാൻ ആദ്യം വന്നപ്പം ആൾക്കാർ വഴി വയ്ക്കുമ്പോൾ അവിടെ റൗണ്ടാന ഉണ്ടെന്ന്. ആ ആന എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് ആനയെക്കുറിച്ച് മനസ്സിലായത്. ഇവിടുന്ന് കയറുമ്പോൾ കൃത്യമായിട്ടൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പെരിയ കോവിലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു മകുടം. ഏകദേശം 8000 ടണ്ണുള്ള ആ കാണുന്ന ഏറ്റവും മുകളിലുള്ളത് 8000 ടണ്ണുള്ള ഒറ്റക്കല്ല് തീർത്തൊരു മകുടമാണെന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് അതിനെ വിശ്വസിക്കാൻ വളരെ പാടാണ്. എത്രയോ ആനകളുടെ 1000-ന് മുകളിൽ ആനകളുടെ സഹായത്തോടുമാണ് അത് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആലോചിച്ച് നോക്കുക, ആ നിർമ്മിതിയൊക്കെ ഒരു വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി. ഇനി അവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ട് ബാക്കി നടന്നു പോകുമ്പോൾ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തുന്നത്. അപ്പോൾ ഗെയ്സ് നമ്മൾ ആ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കി കയറണം. നേരെ പോകുന്നതാണ്. ഇവിടെ ഒരു ബാലാജി ബേഡ്സ് പാർക്കുണ്ട്. നേരെ കയറതിനകത്ത് ബാലാജി ബേഡ്സ് പാർക്കുണ്ട്. അവിടെ കയറണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കട്ടെ. ഗെയ്സ് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. വളരെ വിശാലമായൊരു പാർക്കിംഗ് ആണ്. രാവിലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വെയിൽ കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പാർക്കിംഗ് ഇടാനും സ്ഥലമില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ കയറി. അവിടുത്തെ വെയിൽ കാരണം വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കായിരുന്നു, നിൽക്കാൻ പറ്റുന്നില്ല. തറയിലൊക്കെ അവർ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി. പിന്നെ റൂമിൽ പോയിട്ട്, കാര്യം നൈറ്റ് ഡ്രൈവ് ചെയ്തല്ലേ, ഫുള്ളായിട്ട് ഉറങ്ങിയിട്ടുമില്ല. കുറച്ച് സമയമുള്ളൂ അല്ലെങ്കിൽ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. ഫ്രണ്ടിലോട്ട് പോകും, ആവശ്യമുള്ള സ്ഥലമുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ഇവിടെ ഇറങ്ങുമ്പോഴും ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ പൈസയൊക്കെ ചോദിച്ചിട്ട് വരും. പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഡ്രൈവിങ് നന്നായിട്ട് അറിയാത്തൊരുത്തനായതുകൊണ്ട് ഞാനൊന്ന് അവനെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നുള്ള വിഷ്വൽസാണ് തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ. ഇതാണ് അതിൻ്റെ ഗോപുരം. നമ്മൾ എൻട്രൻസിനെ കാണുന്ന ആ ഒരു ഗോപുരമുണ്ട്. നമ്മളിപ്പോൾ നടന്നതിൻ്റെ അടുത്തേക്ക് പോകും. നമുക്ക് രാവിലെ എടുക്കുമ്പോൾ ലൈറ്റ് കാരണം അത് ക്ലിയർ പിക്ചർ കിട്ടില്ല. ഈ ഈവനിങ് ടൈം ഒരു 5-ന് ശേഷം വീഡിയോ എടുക്കുമ്പോഴാണ് ഇവിടുത്തെ ഭംഗി. അതിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ആ തിരക്കിലേക്ക് വരികയാണ്. ഇപ്പോഴും ഈവനിങ് നല്ല തിരക്കുണ്ട്. നമുക്ക് ഈ പാർക്കിങ്ങിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. വണ്ടിയോട് നിർത്തി തരും, കാര്യം ഇവർക്ക് അറിയാമല്ലോ. ഇതാണ് തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ ആദ്യത്തെ ഗോപുരം. തിരക്കുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാടുണ്ട്. കണ്ടില്ലേ അവിടെ ഇവിടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് കുറച്ചുകൂടെ ലൈറ്റ്സ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടന്നു പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് എടുത്തുതരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ്. ഇവിടുത്തെ നിർമ്മിതി ആകാം പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു എക്സ്ട്രാ ലൈറ്റ് ഫിറ്റിങ്സ് ആണിത്. ഇതാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ, ശില്പജാതിരി. ഇതാണ് നമ്മൾ അകത്ത ഗോപുരം. നമ്മൾ ആദ്യം കണ്ടത് മുൻവശത്തുള്ളതാണ്. അകത്ത ഗോപുരങ്ങളാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ ഇതായിരിക്കും. അതേ കോട്ടകളാണ്, എല്ലാം കരിങ്കല്ലിൽ നിർമ്മിച്ചതാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വലിയ വലിയ കരിങ്കല്ലിൽ ആനയെക്കൊണ്ട് ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലും ഹിന്ദിയിലും ഉണ്ട്. ബൃഹദേശ്വര ടെമ്പിൾ എന്നാണ് ഇവർ ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇത്. ഹിന്ദിയിലും തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഒരു മിനിയേച്ചർ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മാപ്പാണ് നമ്മളിത് കാണുന്നത്.
ഇത് ഞാൻ ഫോൺ ചെയ്ത് കാണിച്ചാൽ ഇതിനകത്ത് ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പെയിൻ്റ് അടിച്ചൊക്കെ പോലെ ഇത് കരിങ്കല്ലിലൊക്കെ ഏകദേശം കാലപ്പഴക്കം കൊണ്ട് അഴുക്കായിട്ടാണ് നമുക്കിങ്ങനെ ഒരു യെല്ലോയിഷ് കളർ ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇത് മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഇതാണ് പ്രധാന ഗോപുരം. ഇവിടെ നിന്ന് കയറി വന്ന് നമുക്ക് പിന്നെ ഒരു ഗോപുരമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ലൈറ്റ് തെളിയും. അപ്പം നമുക്ക് ലൈറ്റ് വെച്ചിട്ടേക്കാം. നമ്മൾ അവിടെ നിന്ന് കാണുന്നതാണ്, അതാണ് യഥാർത്ഥ ഗോപുരം. അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിലേക്ക് കിടക്കുന്ന ഗോപുരം അതാണ്. കണ്ടില്ലേ, ഒറ്റക്കല്ലുകൾ. ഇവിടെയൊക്കെ പല കല്ലുകളാണ്. ഈ കല്ലുകളിൽ പല ലിപികൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. എന്താണെന്ന് വായിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഈ കല്ലുകളിൽ ഒരുപാട് ലിപികൾ എഴുതിയിട്ടുണ്ട്. ആ ലിപികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ എഴുത്ത് ഞാൻ കാണിച്ചു തരാം. സൂര്യൻ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യമാണ്. മഹേഷ് അവിടെ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് ചെരുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ കാണാം. നമ്മൾ ആ ചെരുപ്പ് വയ്ക്കാനുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെയാണ് ചെരുപ്പ് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെരുപ്പ് കൊടുത്തിട്ട് നമുക്ക് ടോക്കൺ വാങ്ങിച്ചിട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ ചെരുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അന്ന് വന്നതിനേക്കാളും അന്ന് പകലാണ് വന്നത്. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. പക്ഷേ ഈവനിങ് ഇവിടെ ചൂട് കുറവാണ്. അപ്പം രാവിലെ വരുന്നവരൊക്കെ മടുത്തിട്ടേ അവർ ഈവനിങ് വരും. കാര്യം നമുക്ക് ഇപ്പോഴും തറയിൽ ചവിട്ടാൻ കല്ലൊക്കെ ഭയങ്കര ചൂടാണ്. കണ്ടോ, ഭയങ്കര പാടാണ് ചവിട്ടാൻ വേണ്ടി. കാലൊക്കെ നന്നായിട്ട് പൊള്ളുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ തന്ത്രി ശ്രീ മഹേഷ് നമ്പൂതിരി കാടിൻ്റെ കാർമ്മികത്വത്തിൽ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ തമിഴിൽ ശിവശിവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രം എനിക്ക് തമിഴിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, പഴയ രാജാക്കന്മാർ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നിർമ്മിതി, അതായത് അവരുടെ ചോള ഡൈനാസ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രസ്റ്റീജ് സ്റ്റോൺ എന്നുള്ള രീതിയിൽ അവർ രാജ ഭരണകാലത്ത് അവരുടെ ഏറ്റവും വലിയൊരു മാതൃക, ഇല്ലെങ്കിൽ അവർ ചെയ്ത അവരുടെ എന്താ പറയുക, അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു അമ്പലമാണ്. അതിൻ്റേതായിട്ടുള്ള കൊത്തുപണിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനൊന്നും അറിയില്ല. ഈ ശില്പങ്ങളെല്ലാം ഒറ്റക്കല്ലിലുള്ളതാണെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? ഈ 2 ശില്പങ്ങളും അതിന് ഒരു മാറ്റവും കാണാനില്ല. ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ടല്ലോ അടുത്തടുത്ത്, നമുക്കത് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നന്ദി ഭഗവാൻ, വലിയ നന്ദി ഭഗവാനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ കയറി നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ചെറിയ കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ പകൽ വന്നതുമല്ല. പകൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ജസ്റ്റ് തന്നെ വ്യൂസൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ ആ ഗോപുരത്തിൻ്റെ പിറകു ഭാഗം. ഇവിടെ കല്ലിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. കാല് ചവിട്ടാൻ പറ്റുന്നില്ല, പൊള്ളുന്നുണ്ട്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. വളരെ വലിയ കൽപ്പണികളും കാര്യങ്ങളും ഒക്കെ. ഇത് തൊഴുതിട്ട് വേണം പോകാൻ. കണ്ടോ, ചെറിയ അമ്പലങ്ങളുണ്ട്. കണ്ടോ, ഇവിടെ ചെറിയ അമ്പലങ്ങളുണ്ട്. ഇവിടെ ഭഗവാനെ കാണാൻ പറ്റും. ചെറിയ അമ്പലത്തിൽ നമുക്ക് അകത്തേക്ക് വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ ചെറിയ പൂജയും ചെറിയ ഇതൊക്കെ ഉണ്ട്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കിട്ടില്ല. അപ്പോൾ നമുക്കത് നോക്കാം. ഭഗവാനെ പ്രാർത്ഥിച്ചു. ഇവിടെ ചെറിയ ചുമർ ചിത്രങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ തെളിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടോ, അന്നത്തെ കാലത്ത് ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1000 നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെയുള്ള 1000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള ഒരു ശില്പപണികളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ മനോഹരമായൊരു ശില്പമാണ്. പറഞ്ഞ എല്ലാം കരിങ്കല്ലിലാണ് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കണ്ടോ, ആ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. തഞ്ചാവൂർ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടൊന്നും അമ്പലത്തിന് മൊത്തമായിട്ട് പകർത്താൻ പറ്റുന്നില്ല. എന്നാലും എൻ്റെ ഒരു എളിയ ശ്രമമാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ കണ്ടോ. ഓരോ കല്ലുകളിലും, മുകളിലുള്ള കല്ലുകളിലൊക്കെ വരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ശില്പകലകൾ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഒക്കെ വളരെ മനോഹരമാണെന്ന് പറയും. കണ്ടോ, കല്ലുകളൊക്കെ കണ്ടോ, ഒറ്റ കല്ലുകളൊക്കെയാണ്. ഇങ്ങനെയുള്ള കൽത്തൂണുകൾ ഇങ്ങനെയാണ്. മഹേഷ് പിന്നെ ഇടാം, അവിടെ കിട്ടും. മഹേഷ് കുറിയിടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലാണ് ഉള്ളത്. വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. ഇതിൻ്റെ 360 വ്യൂ ഉണ്ട്. അവിടെ ദൂരെയാണ് കാണുന്നതാണ് അമ്പലത്തിൻ്റെയൊക്കെ ആ ഒരു ഇത്. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നന്ദി ഭഗവാനുണ്ട്, വലിയ നന്ദിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നമുക്കിതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ ഭയങ്കര വെയിലാണ്, നമുക്കിതൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വിഷ്വൽസിലേക്ക് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കാണിക്കുന്നതേ ഉള്ളൂ. കാര്യം നമുക്ക് ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്യാം, എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണമെന്ന് അറിയാതെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ്.
ഞാൻ അന്ന് വന്നപ്പോഴും പകലായതുകൊണ്ട് ആ ചൂട് കാരണം പറ്റുന്നില്ല. അപ്പോൾ നമ്പൂതിരി എൻ്റെ തിലകം ചാർത്തി തന്നു, അദ്ദേഹവും ചാർത്തിയിട്ടുണ്ട്. അവിടുത്തെ തിലകം ചാർത്തി. പോറ്റിമാർക്ക് ഇതാണ്, ഏത് അമ്പലത്തിൽ പോയാലും തിലകം ചാർത്തണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവരുടെ കാർമ്മികത്വത്തിൽ അവർ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ വളരെ ഒരു രീതിയിലേക്ക് അപ്പം നമ്മൾ നടക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ദൂരെ നിന്നാണ് ആ അമ്പലം വരെ നടക്കുന്നത്. ഇപ്പോഴും കരിങ്കല്ല് ഭയങ്കര ചൂടാണ്, ചവിട്ടി നിൽക്കുന്ന കാല് പൊങ്ങുന്നുണ്ട്, പൊള്ളുന്നുണ്ട്, ഭയങ്കര ചൂടാണ്. ഇപ്പോൾ രാവിലെ വന്നപ്പോൾ ഉള്ള അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ശിവശിവ എന്ന് എഴുതി തമിഴ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നന്ദി ഭഗവാനുള്ളത്. എത്ര അടിയാണ്, എത്ര അടി. നമുക്ക് ഇവിടെ ഇങ്ങനെ പോയിട്ടേ പോകാൻ പാടുള്ളൂ. ഇവിടെ പ്രദക്ഷിണത്തിനൊരു ഇതുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ, അതായത് 5 അമ്മമാരുണ്ട് ഇവിടെ. അപ്പോൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ എടുത്തു തരാം. 5 അമ്മമാരെന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ആരൊക്കെയെന്ന് പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വായിച്ചിട്ട് പോകാം. അവരെ കണ്ട് തൊഴുതിട്ട് വണങ്ങിയിട്ട് വേണം നമ്മൾ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് ദർശിക്കാനെന്നാണ് ഇവർ പഴമക്കാർ പറയുന്നത്. ഇവിടെ നിന്ന് തുടങ്ങും. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 5 ആണോ 7 ആണോ എന്ന് അറിയില്ല. 7 പേരാണ്. സപ്ത മാതാക്കളെന്തോ ആണ്. നമുക്കത് നോക്കാം. ഈ സപ്തമതിരിക എന്നാണ്, പരാഗീശൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടും കേട്ടോ. ഇതാണ് നമ്മൾ കയറി വന്ന 2 ഗോപുരങ്ങൾ. ഞങ്ങൾ പിറകിലെത്തി. ഇത് അമ്പലമല്ല, 2 ഗോപുരങ്ങളാണ്. കടന്നു വന്ന 2 ഗോപുരങ്ങളാണ്. ഒടുക്കത്തെ ഒരു വിഷ്വൽ ബ്യൂട്ടി ആണെന്ന് പറയണം തഞ്ചാവൂർ. നിർമ്മിതികളുടെ ക്ഷേത്ര നിർമ്മിതികളുടെ കലവറയെന്നോ അതിൻ്റെ രാജാവെന്നോ ചക്രവർത്തിയെന്നോ എംപയറെന്നോ എന്ത് വേണോ നമുക്ക് ഈ നിർമ്മിതി വിശ്വസിക്കാം. ആ കാലത്ത്, അതായത് ഒരു യന്ത്രസഹായമില്ലാതെ വെറും മനുഷ്യനെയും മൃഗങ്ങളെയും കൊണ്ട് മാത്രം സഹായത്തോടെ നിർമ്മിച്ചെടുത്ത ഒരു വലിയ നിർമ്മിതിയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, എനിക്കൊക്കെ ഒരു ഗൂസ് ബെക്സ് രോമാഞ്ചം വരികയാണ്. പരാഗി അമ്മൻ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ആദ്യത്തെ അമ്മൻ അമ്പലം. ഇതുപോലെ 7 അമ്പലം ഉള്ളതാണ് എൻ്റെ വിശ്വാസം, അറിവ്. ഇവിടെ പറഞ്ഞു കേട്ടതാണ്. അപ്പം നമ്മളതിൽ ഇപ്പോൾ മഹേഷ് ഞാനും കൂടി ആ അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ഒരു തിലകച്ചാർത്ത് കിട്ടി. അത് നെറ്റിയിലണിഞ്ഞ് വളരെ ഒരു പ്ലസൻ്റ് ഓഫ് മൈൻഡാണ്. നമ്മൾ ഭയങ്കര എത്ര ടെൻഷനിൽ വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും അത്രയും മനോഹരമായിട്ട് നമ്മുടെ മനസ്സിനെ ആ ഒരു ആത്മീയതയിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് തഞ്ചാവൂർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്പലത്തിലേക്ക് അങ്ങോട്ടാണ് നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുവഴി ഒരു ഇടനാഴിയുണ്ട്, ഒരു കൽപ്പാത, ഒരുപാട് കല്ലുകളൊക്കെ വെച്ച് കെട്ടിക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ അതുവഴിയൊക്കെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ധ്വജം, കൊടമേരം തഞ്ചാവൂരിൽ. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സാധാരണ അമ്പലത്തിൽ കാണുന്ന പോലെയല്ല. ഇത് തറയിൽ പാവുന്ന ചുടുകല്ലാണ് കേട്ടോ. പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, അവർ റീപ്ലേസിന് വെച്ചതാണ്. നമ്മൾ ജസ്റ്റ് മഹേഷ് ഒന്ന് കാണിക്കും. ഇത് കണ്ടോ, ഇത് ഈ തറയിൽ നമ്മുടെ പഴയ ഇൻ്റർലോക്കിന് പോലും ചുടുകല്ലാണ്, പഴയ കല്ലാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇതിൻ്റെ ഇളക്കിയിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കല്ലുകളാണ്. ഒരു ഇവിടെ പണി കിടക്കുന്നുണ്ട്, അപ്പോൾ അതിന് ഇളക്കിയതാണ്. അപ്പോൾ ഈ കല്ലൊക്കെ ഇങ്ങനെ ഇളക്കി കാണാൻ പറ്റുന്ന ഭാവമാണ്. 1000-1500 വർഷം മുമ്പ് ചെയ്ത കല്ലുകളാണ് ഇതൊക്കെ. ചോള രാജാക്കന്മാർ ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു. പഴയൊരു ബീരേങ്കി, നമ്മുടെ കോട്ടയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇവരന്ന് ഉപയോഗിച്ച സാധനമാണ്, അതിൻ്റെ അവശിഷ്ടമാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ഒരു കോട്ട മതിൽ എന്നൊക്കെ പറഞ്ഞ പഴയ രാജാക്കന്മാർ ചെയ്തില്ലേ. അമ്പലത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അവിടത്തേക്ക് കയറാനൊരു കിളിവാതിൽ പോലത്തെ ഒരു എൻട്രൻസ് ഉണ്ട്. മഹേഷ് അതിനകത്ത് കയറുകയാണ്. ഞാൻ കയറുന്ന വീഡിയോ എടുക്കുന്നില്ല, ഞാൻ ക്യാമറാമാൻ ആയതുകൊണ്ട് അതിൻ്റെ പിറകെ പോവുകയാണ്. ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രാത്രി തെളിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വല്ലാത്തൊരു വ്യൂ ആണ്. അപ്പോൾ നല്ല രസമാണത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമ്മളിങ്ങനെ ചേരണം, വളരെ ഹൈറ്റാണ്, തല കുനിഞ്ഞൊക്കെ വേണം കയറാൻ വേണ്ടിയിട്ട്. ഇത് പ്രത്യേക ഒരു, എത്ര ചൂടത്ത് പകൽ വന്നാൽ പോലും ഇതിനകത്ത് തണുപ്പാണ് കേട്ടോ. കരിങ്കലിൻ്റെ ഒരു വല്ലാത്ത നിർമ്മിതിയാണ്. ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇതിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഗ്രില്ലിട്ട് സംഭരിച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഇവിടെ ഗ്രില്ലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിനെന്തോ പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. അതിൻ്റെ സുരക്ഷയുടെ കാരണം കൊണ്ടായിരിക്കാം. ഗ്രില്ലിട്ട് ഒരുപാട് ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ്. അവിടെ ഒരു നന്ദി ഉണ്ടായിരുന്നു, നമ്മളങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഭയങ്കര രസമാണ് ഇതിൻ്റെ. കണ്ട് ഒറ്റക്കൽ തൂണുകളാണ് ഇതൊക്കെ. അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീഠങ്ങൾ, അതും കരിങ്കല്ലിലുള്ളത്. ഇരിക്കാനാണോന്ന് എനിക്കറിയില്ല, മഹേഷ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇരിക്കാനുള്ളതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇരിക്കുകയാണ്, അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഇത് ഭയങ്കര രസമാണ് ഗെയ്സ്. ഇതുവഴി ഇങ്ങനെ നടന്ന് പോകുക എന്ന് പറയുന്നത് അതൊരിതാണ്. അപ്പോൾ ഞാനും ഹൈറ്റുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ ലൈറ്റൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കല്ലൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണ്. എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ അന്ന് വന്നപ്പോൾ ഇതില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുവഴി ഒരു എൻട്രൻസ് ഉണ്ട് അമ്പലത്തിലേക്ക്. ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരിതാണ്. ഇതെല്ലാം ഇപ്പോൾ ഇതൊക്കെ പഴയ സുർക്കി മിശ്രിതം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സിമൻ്റ് അല്ല ഗെയ്സ്, ഇതൊക്കെ പഴയ സുർക്കി ഇട്ട് തേച്ചതാണ്. നടന്ന് വന്നിട്ടുണ്ട്. അവിടെ കൊട്ടാരങ്ങളൊക്കെ ചെയ്തില്ലേ, അതേപോലത്തെ ഇതാണ്. അമ്പലത്തിൻ്റെ ഒരു കറക്റ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വല്ലാത്തൊരു വ്യൂ ആണ്, പറയാൻ വയ്യ.
എന്താ പറയുക, ഇനി കാഴ്ചകളിലേക്ക് നമുക്ക് നടന്നു പോവാം. വേറെ വീണ്ടും നമ്മൾ ഒരു ഇടനാഴിയിലേക്ക് കയറുകയാണ്. ആകാശത്തൊരു പര പോലെ മേഘം കിടക്കുന്നുണ്ട്, വെള്ളി കീറി എന്നൊക്കെ നമ്മൾ പറയും. ഭയങ്കര ലുക്കാണോ അവിടെ നിന്നൊക്കെ. ആ ഒരു ചെറിയ ഗോൾഡൻ കളറിലൊക്കെ ലൈറ്റ്സ് വരുന്നുണ്ട്. മാർവലസ് ആൻഡ് റെഡിക്കുലസ്. നമുക്കിനി ഇതിനകത്തേക്ക് ഒന്നുകൂടെ നടക്കാം. വീണ്ടും നമ്മൾ നേരത്തെ നടന്ന പോലൊരു ഇടനാഴി നമുക്ക് കിട്ടി. ഇടനാഴികൾ എന്നും ഒരു വീക്ക്നെസ് ആയത് കാരണം നമ്മളത് വിടാറില്ല. ഇവരുടെ പവർ റൂമൊക്കെ ഇപ്പോൾ ഇടനാഴിക്കകത്താണ്. കാലത്തിൻ്റെ മാറ്റങ്ങൾ എല്ലായിടത്തും കാലാന്തരെ പുനർജനിക്കുമെന്ന് പറയുന്നത് പോലെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ടെക്നിക്കാലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പഴയ സൃഷ്ടികൾക്ക് അവർ ഇത് മാറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലുള്ള കുറേ കൂറത്തനമുണ്ട് ഇവിടെ. കുറേ നമ്പർ എഴുതി വയ്ക്കുക, ലവിൻ്റെ ചിഹ്നം അടിക്കുക. ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പഴയ സ്മാരകം പഴയതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്നു എന്നൊരു ചാരിതാർത്ഥ്യമായ കാര്യമാണ് നമ്മൾ. എന്നിരുന്നാലും എന്താ പറയുക, നമുക്കിത് കാഴ്ചയ്ക്ക് കണ്ണിന് ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണം. ഇപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവരായിരുന്നാൽ പോലും ഈ നിർമ്മിതികൾ, ഞാൻ പറഞ്ഞു ഇവിടെ, ഞാൻ അന്ന് നിങ്ങളുടെ പറഞ്ഞത് തുടക്കത്തിൽ, കല്ലിൽ ഇവിടെ കുറേ എഴുത്തുകളുണ്ട്. ഇത് നമുക്ക് വായിക്കാൻ പറ്റില്ല. ഇത് കല്ല് നമ്മൾ തുടക്കത്തിൽ അവിടെ കയറിയിട്ടുണ്ട്, അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കല്ലുകളിൽ ഇങ്ങനെയുള്ള പല കല്ലുകളിൽ ഇങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് നിർമ്മിച്ച ചരിത്രങ്ങളായിരിക്കാം. ഇത് ഏത് തമിഴാണെന്നോ ആദിമ തമിഴാണോ ഇപ്പോഴത്തെ തമിഴാണോ, ഇപ്പോഴത്തെ തമിഴല്ല, കാര്യം ഹിന്ദി പോലുള്ള അക്ഷരങ്ങൾ കാണാറുണ്ട്. എന്താണെന്നറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള എഴുത്തുകൾ ഇവിടെ ധാരാളമായിട്ട്. അങ്ങനെ തീരാത്ത യാത്രയുടെ വ്യതയും പേറി നോവും പേറി മഹേഷും ഞാനും കൂടി. മഹേഷ് ആധികാരികമായി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വരികയാണ്. ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇതിലേക്ക് ഒരുപാട് എഴുത്തും കാര്യങ്ങളൊക്കെ. എന്താണ് ഇതിനകത്തേക്കുള്ളത് എന്ന് എനിക്കറിയില്ല. ഒരു ഗ്രില്ലിനകത്താണ് കണ്ടോ, ഒരുപാട് കല്ലുകളിലേക്ക് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതിയ കല്ലുകളാണ്. കൂട്ടൊന്ന് പൊളിക്കാൻ നോക്കണ്ട മഹേഷ്, നടക്കില്ല. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് ഇവിടുത്തെ ചരിത്രത്തിനെ കുറിച്ച് എനിക്കും അറിയില്ല. എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ പുതിയൊരു ഫൈബർ കാർബൺ വച്ചിട്ട്, പോളികാർബൺ വച്ചിട്ട് ഇവർ കുറേ സാധനങ്ങൾ, ഇതൊക്കെ പണ്ട് രാജാവിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തേരികളാണ്. ഇതൊക്കെ ഒറിജിനൽ ബ്രോൺസ് ആണ്, ചെമ്പിലൊക്കെ എന്തോ നിർമ്മിച്ചെടുത്തതാണ്. അതുപോലെ ഇവിടുത്തെ വലിയൊരു, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കണ്ടിട്ട് ചീനച്ചട്ടി പോലെ ഇരിപ്പുണ്ട്, വലിയ വാർപ്പ് പോലെ ഇരിപ്പുണ്ട്. എന്താണെന്നല്ലേ, പണ്ട് പൂജയ്ക്ക് എന്തോ എടുത്തിരുന്ന സാധനമാണ്. പിന്നെ ഇവിടെ വലിയൊരു മയിലുണ്ട് കണ്ടോ. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, കൂട്ടിയിട്ടിരിക്കുകയാണ്. വലിയൊരു കുതിര, അതും ഇതിനൊന്നും എന്താ പറയാം, പ്രൈസബിൾ അല്ല. അത്രയൊക്കെ ഉള്ളതാണ്. ഇവിടെ എന്തെങ്കിലും പൂജയ്ക്ക് ഇത് എടുക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. നമ്മൾ പൂജ സമയത്ത് വന്നിട്ടില്ല. പക്ഷേ കൃത്യമായിട്ട് വിഷ്വൽസ് കിട്ടുന്നില്ല. പോളികാർബൺ ആയതുകൊണ്ട് ഗ്ലാസ് പോലത്തെ ഒരു വിഷ്വൽ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ഒരു വലിയ ആനയുണ്ട്. ഞാൻ തുറക്കണ്ട കേട്ടോ. ഒരു ആനയുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്ന് വരികയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും നമ്മൾ ആ കല്ലുകൾ കണ്ടോ, എഴുത്ത് കണ്ടോ, കല്ലിലുള്ള ആ എഴുത്തുകൾ ഇവിടെ പിന്നെയും ഒരുപാടുണ്ട്. എല്ലാ കല്ലിലും എഴുത്തുണ്ട്. ഇത് ഇവരിങ്ങനെ കൊത്തി എഴുതിയെന്നാണ്. നമ്മൾ പേപ്പറിൽ എഴുതാൻ പോലും കഷ്ടപ്പെടുന്ന കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുന്ന ഈ കാലത്ത് കല്ലിലൊക്കെ കണ്ടോ, ഈ കല്ല് മൊത്തം അക്ഷരമാണ്. മൊത്തം നോക്കിയുള്ളൂ. ഇത് മൊത്തം എന്തൊക്കെ എഴുത്തുകളാണ്. ഇവിടെ ഒരു കളിമണ്ണിൻ്റെ പ്രതിമയുണ്ട്. അവിടെ പോയി മഹേഷ് അവൻ്റെ വയറുമായിട്ട് സാമ്യം പ്രാപിപ്പിക്കുകയാണ്. അധികം നേരം നിന്ന് അവർ കണ്ട് പണിഷ്മെൻറ്റ് തരണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് വാ, ഞാൻ പിടിച്ചുവിടാമെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, തടിയിലാണ് ചെയ്തിരിക്കുന്നത് കേസ്. പക്ഷേ ഇതൊക്കെ ജീർണാവസ്ഥയിലായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ലാന്ന് തോന്നുന്നു. അതിനെ മഹേഷ് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നത്. എന്ത് കണ്ടാലും മഹേഷിന് ആധികാരികത കാണാം. പിന്നെ ഇതൊരു മയിലാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ വിളക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷേ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ഒരുപാട് ശിവലിംഗമുണ്ട് കേസ്. എത്രയോ ശിവലിംഗമുണ്ട്. ഇത് പൂജിക്കുന്നതാണ്. എത്ര എണ്ണമെന്ന് എനിക്കറിയില്ല, 100 എത്രയോ വരുമെന്നാണ് മഹേഷ് പറഞ്ഞത്. അവനാണ് ഇതിനെക്കുറിച്ച് പൂജാതി കർമ്മങ്ങളെക്കുറിച്ച് അറിവുള്ളൊരു നമ്പൂതിരി എന്നുള്ള നിലയിൽ അവൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു. പക്ഷേ എണ്ണാൻ പറ്റിയിട്ടില്ല. ഒരുപാടുണ്ട്. 108 ശിവലിംഗം എന്നാണ് മഹേഷ് പറയുന്നത്. കണ്ടോ കേസ്, ഇവിടെയും ഒരുപാട് കല്ലിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലിപികൾ ഏതാണെന്ന് അറിയില്ല. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരിക്കും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കണ്ടോ, ഇവിടെ നിന്നാണ് കണ്ടോ ആൾക്കാരുടെ ഇത്. ഇവിടെ നിന്നാണ് നമുക്ക് കോവിലിൻ്റെ വേറൊരു ബാക്ക് വിഷ്വൽസ് കിട്ടും. മനോഹരമായ വിഷ്വൽസാണ്. അപ്പം നമുക്ക് ഇവിടെ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയമുണ്ട്, 8 മണി വരെ അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ 5 മണിക്ക് ഇവിടെ എത്തി. രാവിലെ വന്നു, പക്ഷെ അവിടെ വെയിൽ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഒരു വലിയ ശിവലിംഗമുണ്ട് ഗൈസ്. അതിനകത്ത് കയറാൻ മഹേഷിന് കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ കയറുന്നില്ല. അങ്ങനെയുള്ള റിസ്കുകളൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ തൂണുകളിലൊക്കെ എഴുതുന്നുണ്ട്. ഇതെല്ലാം ഈ തൂണുകളെല്ലാം ഒറ്റ കല്ലിൽ നിർമ്മിച്ചതെന്നാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ. ഇത് കോവിലല്ല, ഇതിൻ്റെ ചുറ്റുകോവിലമാണോ മതിലാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിലേക്ക് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഒരുപാട് ചെറിയ ചെറിയ കല്ലിലുള്ള വിഗ്രഹങ്ങളുണ്ട് കേട്ടോ. ഇവിടെയും ഒരുപാട് ശിവലിംഗങ്ങൾ, ചുവർച്ചിത്രങ്ങളുണ്ട് കേട്ടോ. ഇവിടെ അതിമനോഹരമായ ചുവർച്ചിത്രങ്ങളാണ്. ചുവർച്ചിത്രങ്ങൾ കലവറ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. ശിവലിംഗം ചുവർച്ചിത്രങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പിന്നെ ഗ്രില്ലിനകത്തേക്ക് പോയില്ല. ഒരു നന്ദിയുണ്ട്, ആ നന്ദിയും പോയി തടവിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ എങ്ങാനും ഈ നന്ദി ഇഷ്ടപ്പെട്ട് പൂജയും സന്യസിക്കുക ഇരിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇതുവാണ് ഓയിൽ വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു ടൈപ്പിലുള്ള ലിപിയാണ് നമ്മൾ കാണുന്നത് കണ്ടോ. നമ്മുടെ ലായും ലീയും പായും ഒക്കെ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്താണ് ലിഭ ലഭ ലഭ എന്താണ് വായിക്കാൻ പറ്റുന്നില്ല. മകേശാനെ അപ്പോൾ പടനിയപ്പ ചെട്ടിയാരുടെ കീഴിലൊന്ന് എഴുതിയതായിരിക്കാം. ഇവിടെ നിന്നും അമ്പലത്തിൻ്റെ മുകളിലെ ഇത് ഞാൻ പറഞ്ഞത് ആ മുകളിലിരിക്കുന്ന ആ താഴിക്കുടത്തിന് മാത്രം 80 ടണ്ണോളം, അല്ല 80,000 ടണ്ണോളം വെയിറ്റ് ഉണ്ട്. 150,000 ആനകളുടെ സഹായത്തോടെയാണ് അത് മുകളിൽ കയറ്റിയതാണ് പറയുന്നത്, ഇവിടുത്തെ ചരിത്രം പറയുന്നത്. മഹേഷിന് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം വൈകുന്നേരം മാറി കിട്ടി. ഇവിടെ പല വിഗ്രഹങ്ങളെ അവൻ പോയി സെർച്ച് ചെയ്യുകയാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് ചിലപ്പോൾ വൈകുന്നേരം എനിക്ക് പറഞ്ഞു തരുമായിരിക്കും. പിന്നെ പൂജാരി എന്ന നിലയിലുള്ള അവൻ്റെ കർമ്മക്രിയകളോട് എനിക്ക് ബഹുമാനമുള്ളത് കൊണ്ട് അവനെ ചോദ്യം ചെയ്യാൻ ഞാൻ നിന്നില്ല. ഞാനിവിടുത്തെ വീഡിയോകൾ പകർത്തുന്ന അകത്തോട്ട് കയറിക്കൂടാ ഒരു ക്യാമറാമാൻ എന്നുള്ള നിലയിൽ ഇവിടെയൊക്കെ അമ്പലമൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ഓരോ കല്ലിലും വെറൈറ്റി ലിപീസാണ് ഗെയിംസ്. എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മളതിനെയൊക്കെ പകർത്തുന്നു. ഇവിടെ പകർത്തണമെങ്കിൽ 2-3 ദിവസം നമുക്ക് നിന്ന് പകർത്തിയാൽ പോലും തീരത്തില്ല, അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇവ ഈ ഇരുട്ടത്തുള്ള ഗുഹകളിലൊക്കെ കയറി നോക്കുന്നുണ്ട്. എനിക്ക് പേടി കാരണം ഞാൻ പോയില്ല. കണ്ടോ ഇവിടെ ചുവർച്ചിത്രങ്ങളുള്ളൊരു അസാധ്യമാണ്. വലിയൊരു ശിവലിംഗം, ചുവർച്ചിത്രങ്ങൾ ഒരുപാട് ഒരു കഥയുണ്ട്. ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നല്ലൊരു വേപ്പ് മരമുണ്ട് കേട്ടോ. അന്ന് ഞാൻ വേനലിൽ വന്നപ്പോൾ ഈ വേപ്പ് മരത്തിലില്ല. വേപ്പ് മരത്തിനിടയിൽ കൂടി ആ ഗോപുരം കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പോയിരുന്നു. ഇനിയും അമ്പലങ്ങൾ തീരുന്നില്ല. നമുക്കിനി ഇവിടുത്തെ ചുറ്റിലുള്ള അമ്പലങ്ങളിൽ കയറി ദർശിച്ചിട്ട് വേണം മെയിൻ അമ്പലത്തിൽ ഇവിടെ കയറാനെന്നാണ്. അപ്പോൾ നമ്മൾ ചുറ്റമ്പലങ്ങളിലേക്ക് പോവുകയാണ്. ശിവലിംഗമാണ് ഇവിടുത്തെ മെയിൻ, ശിവനാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. മഹേഷിന് ചെറുതായിട്ട് എന്തോ കൂടിയെന്ന് തോന്നുന്നുണ്ട്. അവൻ്റെ കൂടലൊക്കെ ഞാൻ വൈകുന്നേരം കുറച്ച് കൊടുക്കും. അമ്പലത്തിൻ്റെ ഏത് കോണിൽ നിന്ന് നമ്മൾ നോക്കിയാലും ഒരേപോലെയാണ് നിർമ്മിതി. എല്ലാ ഭാഗത്തും നമുക്ക് ഒരേപോലെ തന്നെ തോന്നും. പിന്നെ ഇവിടെയും ചോദിച്ചിട്ട് ഒരുപാടുണ്ട്. ജസ്റ്റ് ഞാനിങ്ങനെ ഓടിച്ച് നടന്നു പോവുകയാണ്. വളരെ വലിയ ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട്. നടന്നിട്ട് നമുക്ക് ഇത് കണ്ടോ. ഇത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ നാട് ഇതിൽ നമ്മുടെ ഈ ഓവ് ചാലെന്നൊക്കെ പറയാം. അവിടെ നിന്ന് വെള്ളം വീഴാൻ പറ്റില്ല. അതിൽ തന്നെ ഒരു കല്ലിൽ നിർമ്മിച്ചൊരു സംഭവമാണ് അത് മൊത്തം. ഒറ്റ കല്ലിലുള്ള നിർമ്മിതിയാണ്. അതുപോലെ ഉണ്ട് ഓവ് ചാല എല്ലാം കരിങ്കല്ലിലാണ്. ഇവിടെ ഒരു ഇതും കല്ല് വേറെ നിർമ്മിതിയല്ല, എല്ലാം കരിങ്കല്ലിലാണ്. ആ കാലത്ത് മെയിൻ അതാണ്. ഇതൊരു സബ് അമ്പലമാണ്. ഇവിടെ കണ്ടിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഒറ്റ അമ്പലത്തിലൊരു കുതിര പോലത്തെ നിർമ്മിതിയാണ് കേട്ടോ. കല്ലിലുള്ള കുതിരയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ കരിങ്കല്ലിൻ്റെ പടികളാണ്. നിർമ്മിതി എന്ന് പറഞ്ഞാൽ അത്രത്തോളം മികച്ചൊരു നിർമ്മിതിയാണ്. മഹേഷ് പടിയിലൂടെ കയറി പോകുന്നുണ്ട്. ഞാൻ മഹേഷ് അങ്ങനെ അവിടെ നിന്ന് അമ്പലത്തിൽ നമ്മൾ തൊഴിലിറങ്ങി. നമ്മൾ അമ്പലത്തിൽ കയറിയായിരുന്നു. പക്ഷേ അമ്പലം തൊഴിലിറങ്ങിയതിന് ശേഷം നമ്മുടെ അവിടെ നിന്ന് അമ്പലത്തിനകത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. തൊഴിലിറങ്ങി ഇടത്തിന് ഇപ്പോൾ പെരിയ കോവിലിൻ്റെ അകത്ത് കയറണം. നമ്മളിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു കോവിലെങ്ങനെ പോകുന്നത്. ഞാനും തൊഴിലിറങ്ങി നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു ചെറിയ അമ്പലമുണ്ട്. നമുക്കിനി പെരിയ കോവിലോട്ട് പോകും. പെരിയ കോവിൽ അമ്പലത്തിൻ്റെ ഓവ് ചാനലാണ്. ആണോ, ഒരു കുളത്തിൻ്റെ അത്രയുണ്ട്. നമ്മുടെ നാട്ടിൽ കുളത്തിൻ്റെ അത്രയുണ്ട്. ഒരു ഓവ് ചാനലാണ്. നമ്മുടെ ഭഗവാനെ കുളിപ്പിക്കുമ്പോഴൊക്കെ ഉള്ള തീർത്ഥം വരുന്നൊരു ചാനലാണ് അല്ലേ. നിർമ്മിതികളെന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റക്കല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് വായിക്കാൻ പറ്റുന്നില്ല. വളരെ മനോഹരമായൊരു അമ്പലമാണ്. അവിടെ തന്നെ മേഘം വേറൊരു ആകൃതിയിൽ വരുന്നു. സർവേയുടെ ഒരു സംഭവമാണ്. ചണ്ഡികേശ്വരേശ്വരം അല്ല ചുമ്മാ
ഷൈൻസ് ആൻഡ് ലൈറ്റ്സ്. ആ ലൈറ്റ്സ് ഒക്കെ ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ കണ്ടോ, നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈറ്റ്സ് ഓൺ ആയിട്ടുണ്ട്. മഹേഷ് അവിടെ 2 പിള്ളേർക്ക് പഴം കൊടുക്കാൻ നിൽക്കണം. അവർ അമ്മമാരവൻ അടിക്കൂല്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. കണ്ടോ, ഈ അമ്പലത്തിൽ ലൈറ്റ്സ് ഓൺ ആയി, പക്ഷേ കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ്സ് യൂസ് എടുക്കാൻ പറ്റും. ലൈറ്റ് ഓൺ ആയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കരിങ്കില്ല. കണ്ടോ, ലൈറ്റ് ഇവിടെ ഓണായി തുടങ്ങി, പക്ഷേ അല്പം കൂടി ഇവിടെ ഇരുട്ട് വീണാലാണ് ആ ലൈറ്റിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുക. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ സൈഡിലൊക്കെ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ഒരു പച്ച പുൽത്തകടി ഉണ്ട് ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ. രാജാവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. പക്ഷേ കുറേ കേബിൾസ് ഒക്കെ ഇതിൻ്റെ വെളിയിൽ കൂടെയൊക്കെ വലിച്ചിട്ടുണ്ട്. ഇതിന് ലൈറ്റിനിങ് അറസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ ഇതിൻ്റെ ഭംഗി കുറച്ച് കുറയ്ക്കുന്നുണ്ട്. എങ്കിലും എന്താ പറയുക, പൊട്ടമക്കൊക്കെ പഴം കൊടുത്താടാ. പൊട്ടമക്കൊക്കെ പഴം കൊടുത്തില്ല, വാങ്ങിച്ചില്ല, അവർ വാങ്ങിക്കില്ല. പോട്ടെ, നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. ഇതുവഴി പോവാം. മുൻവശം വഴി പോകണം. മുൻവശം വഴി പോകാം. എപ്പോഴും നമ്മൾ മുൻവാതിൽ കൂടെയാണ്. പിൻവാതിൽ പ്രവേശനങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം. മഹേഷ് ഇന്ന് വരെ നമ്മുടെ സർക്കാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരെ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കാണ് വെട്ടിയത്. അപ്പം 2 പേര് വെട്ടിയില്ലെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഒറ്റയ്ക്ക് വഴിവെട്ടി, ഒറ്റയ്ക്ക് യാത്രകൾ നടന്ന് അങ്ങനെയാണ്. ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങൾ യൂട്യൂബിൽ ലക്ഷക്കണക്ക് ഫോളോവേഴ്സ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ പബ്ലിഷ് ചെയ്തില്ല. ഇത് തൊട്ട് നമ്മുടെ യാത്രകൾ പ്രായമായില്ലേ. നമ്മൾ കടന്നു പോകുന്ന കാൽത്തരികളിൽ, മണൽത്തരികളിൽ നമ്മുടെ കാൽപാദങ്ങൾ പതിച്ചു വെക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അത് കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. ഈ അമ്പലം വന്നപ്പോൾ ഇത് പകർത്താതിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ 360 വ്യൂസ് നോക്കൂ. ലൈറ്റ്സൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എന്ത് ഭംഗി. ഈ അമ്പലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, നമുക്ക് രാത്രി എടുത്ത് വീഡിയോ എടുത്തിട്ടേ പോകത്തുള്ളൂ. ഇനി രാത്രി 8 മണിയായാലും ശരിയല്ല, ഇരുട്ട് വന്ന് വീഡിയോ എടുത്തിട്ടേ പോകും. ഉണ്ടോ, അമേസിബിൾ ഫാക്ടർ കണ്ടില്ലേ? ആ ഗോപുരം കണ്ടേ എത്ര ഹൈറ്റിൽ നിൽക്കുന്നുണ്ടോ. അപ്പം എന്നും നേരായ വഴികളിൽ സഞ്ചരിക്കുന്നവന് മാത്രമേ വിജയമുള്ളൂ. കുറുക്ക് വഴികൾ വേണ്ട. അവിടെ നിന്ന് കുറുക്ക് വഴിക്ക് ഇറങ്ങി നമുക്ക് പെട്ടെന്ന് തൊഴായിരുന്നു. ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്, ചെറിയ ഗുഹകൾ പോലെ. എന്താണെന്ന് എനിക്കറിയില്ല. സ്റ്റെപ്പിൽ എന്തോ ആണ്, എന്തോ ഒക്കെ പരിപാടികളുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നന്ദി ഭഗവാൻ്റെത്. നമുക്ക് അങ്ങോട്ട് പോവാം. നന്ദി ഭഗവാൻ്റെത് അതാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. വലിയ ഇടാം ഒരു മിനിറ്റ്. നമ്മൾ ജസ്റ്റ് കേരളത്തിലേക്ക് ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ കറങ്ങിത്തിരിഞ്ഞിട്ട് ഇതുവഴിയാണ് ഇതിൻ്റെ പെരിയ കോവിൽ എന്ന് പറയുന്നത്, ബിഗ് ടെമ്പിൾ തഞ്ചാവൂർ. അപ്പോൾ ലൈറ്റ് വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടുത്തെ ഒരു വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അകത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് മുകളിലേക്ക് കയറി നോക്കാം. ആരെങ്കിലും തടുക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 പേരും കൂടി എൻ്റെ പടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ വലിയ ചരുവൊക്കെ വെച്ചിട്ട് നിൽപ്പുണ്ട്. എന്താണെന്ന് അറിയില്ല. അമ്പലത്തിൻ്റെ ഇതാണുണ്ടോ, ലൈറ്റിൻ്റെയൊക്കെ ഒരു ഇതുണ്ടോ. ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് വല്ലാത്ത ഭംഗിയാണ്. കാരണം അമ്പലത്തിന് ചുറ്റൊരു നടരാജ വിഗ്രഹമുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡാണ്. ചെറിയൊരു നടരാജ വിഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ ഒരു വിഘ്നേശ്വരൻ്റെ ഇതുണ്ട്. അവിടെ മഹേഷ് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഗജാനനം ഭൂതഗണാതിസേവിതം കവിതം ജംബുഫലസാരഭക്ഷിതവും മാപുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഈ ഭാഗത്തേക്കുള്ള വീഡിയോ എനിക്ക് പ്രൊഹിബിറ്റഡ് ആണെന്ന് അറിയില്ല. മഹേഷിൻ്റെ പ്രാർത്ഥനകളാണ്. ഒരു തമ്പൂരി ആയതുകൊണ്ടും പോറ്റി ആയതുകൊണ്ടും വളരെ മനോഹരമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോഗ്രാഫി നോട്ട് അലൗഡെന്നാണ്. അപ്പോൾ ഇതുവരെയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. അകത്തേക്ക് തൊഴാൻ പോവുകയാണ്. വേണ്ടോ, അമ്പലത്തിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. മൊത്തത്തിൽ ഇവിടെ പുൽത്തകടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ കാണുന്നുണ്ട്. മഹേഷ് പറഞ്ഞു വിശ്രമിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിശ്രമിക്കാൻ നിന്നില്ല. കാര്യം ലൈറ്റ്സ് പോകുന്നപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭംഗി കൂടി പകർത്തണമെന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് നമ്മൾ ബാക്കിയൂടെ നമുക്ക് നോക്കാം. 5 മണിക്ക് ശേഷം ഇവിടെ വരുന്നതായിരിക്കും ഈ കാലാവസ്ഥയ്ക്ക് നല്ലത്. നമുക്ക് വളരെ നല്ല കാറ്റുണ്ട്. രാവിലെ വന്നപ്പോഴല്ല കാല് ചവിട്ടാൻ പറ്റുന്നത്. ഇപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ കാല് പൊള്ളുന്നുണ്ടായിരുന്നു കരിങ്കല്ലിൻ്റെ ചൂട് കാരണം. പക്ഷേ ഇപ്പോൾ കുറച്ച് കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് റിലാക്സും ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ. നല്ല ആൾക്കാരുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ദർശനത്തിനൊക്കെ പോയി അവിടെ സ്പെഷ്യൽ ദർശനത്തിനൊക്കെ പൈസ കൊടുക്കണം. അപ്പോൾ പൈസ കൊടുത്തിട്ട് ഭഗവാനെ കാണാനുള്ള ഒരു തീരുമാനം ഉള്ളതുകൊണ്ട് നമ്മൾ പൈസ ഒന്നും കൊടുക്കാൻ പോയില്ല. സാധാരണ കിട്ടുന്ന ദർശനത്തിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ പോയി പ്രശ്നം തൊഴുതു, ഭഗവാനോട് പ്രാർത്ഥിച്ചു. പൈസ കൊടുത്തിട്ട് ഭഗവാൻ അടുത്ത് നിന്ന് കാണണ്ടല്ലോ. നമുക്ക് അവിടെ നിന്ന് തന്നെ നല്ല വിഷ്വൽസ് ഉണ്ട്. അവിടെ ഫോട്ടോഗ്രാഫി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റാത്തത്. ആ വിഗ്രഹമൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിനടുത്ത് പോയി തൊട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇവന് ഓരോരോ കുട്ടികളെടുത്ത് മൊട്ടയെന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എപ്പോഴാണ് തമിഴന്മാർ ഇവനെ കൈ വയ്ക്കുന്നത് എന്ന് എനിക്കറിയില്ല. മനസ്സിലായല്ലേ? കൈ വച്ചാൽ ഇവനെ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോകും.
കാണുന്ന പിള്ളേരെയൊക്കെ മുട്ടയടിച്ച് ഇങ്ങനെ പിള്ളേരെയൊക്കെ മുട്ടയെന്ന് വിളിക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ വിട്ടണ്ടേ പുറയെന്നൊക്കെ ഫുള്ള് വിട്ടാ ഒരു 10 വയസ്സുള്ളത് ആണ്. എന്നാലും ഇവ ഇത് നിപ്പാട്ടില്ല. നിപ്പാട്ടില്ലേ തമ്പി, എനിക്ക് തെറിയാതെ കണ്ട. നമുക്ക് ഇത് ഇവിടുത്തെ വ്യൂസ് ഉണ്ടോ? ഇപ്പോൾ ലൈറ്റ് ഇടുന്നുണ്ട്, അമ്പലത്തിനകത്ത് ലൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടം വരെ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ അകത്തേക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇനി പൈസ കൊടുക്കണമെന്നറിയില്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അതൊന്നും അന്വേഷിച്ചില്ല. നമുക്ക് കാര്യം നമ്മളിൽ വലിയ ക്യാമറയൊന്നും ഇല്ലല്ലോ. നമ്മൾ വിവോ 22 പ്രോയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കരുതിക്കൂട്ടി വന്നതുമല്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ മോൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താലോ. 118 സ്ലിപ്പില്ലേ അങ്ങനെ ആവുന്നു. അപ്പം ഇവിടെ അമ്പലത്തിൻ്റെ ഒരു നല്ല വിഷ്വൽ കിട്ടും നമുക്ക്. കാണുന്ന പിള്ളേരെയൊക്കെ തലയിൽ ലൈറ്റപ്പ് ചെയ്തപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ വിഷ്വൽസ്. കുറച്ചുകൂടി ഇരുട്ടാകുമ്പോഴത്തേക്ക് ലൈറ്റ്സ് മാത്രമേ വെച്ചു. നമ്മുടെ ക്യാമറയിൽ എത്ര ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ അത്ര ഇരുട്ടാകാൻ വേണ്ടി നിന്നിട്ടില്ല. പക്ഷേ ഒരു ഭക്തജനങ്ങളുടെ പ്രഭാവം ഇപ്പോഴും ഉണ്ട്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്ദി ഭഗവാന്റെ അവിടെ നമുക്ക് ഈ കൊടിമരത്തിനുണ്ട് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല. നമ്മുടെ നാട്ടിൽ ഒരു കൊടിമരം നേരെ പോയിട്ടില്ല. ഇവിടെ ഇതിന് കുറേയൊക്കെ ഡിഫിക്കൽറ്റീസ് ഉണ്ട്. ആ ഡിഫിക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ തുടങ്ങുന്ന ആ സ്തൂപത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു ബോക്സ് പോലെ പോയിട്ട് അതിന് ചുറ്റും രൂപങ്ങളും പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഒരു 3 രീതിയിലാണ് വരുന്നത്. ഞാൻ ഈ കൊടിമരം ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. വേറെ ഏതെങ്കിലും തമിഴ്നാട് അമ്പലങ്ങളിൽ കാണും. നമ്മുടെ കേരള സ്റ്റൈലുള്ള അമ്പലങ്ങളിൽ ഇങ്ങനത്തെ കൊടിമരങ്ങൾ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ചുറ്റും ഞാൻ കറങ്ങുന്നുണ്ട്. ഇതാണ് ആ കൊടിമരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഞാൻ പറഞ്ഞത് നന്ദി ഭഗവാനുള്ളത് 150 ഫീറ്റ് 150 അടിയിൽ തോന്നുന്നാണ് പറയുന്നത്. ഒറ്റ കരികിൽ തീർത്തൊരു വിഗ്രഹമാണ്. ഞാനതിൽ കയറിയില്ല. പക്ഷെ അതിൻ്റെ മുകളിലൊക്കെ കണ്ടു ഒരുപാട് തട്ടിന് മുകളിലൊക്കെ ഒരുപാട് ചുമർ ചിത്രങ്ങളുണ്ട്. ലൈറ്റ്സ് കുറവാണ്, എന്നാലും അവിടെ ലൈറ്റ് ഇട്ടിട്ടുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നന്ദി ഭഗവാന്റെ ഒരു ഇത് അവിടെ വെട്ടമൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഭക്തരൊക്കെ ഉണ്ട്. അവിടെയും പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭഗവാനെ കണ്ടു. ഇത് ഭഗവാന്റെ ഫേസ് നമ്മൾ കണ്ടിട്ടില്ല. 150 ഫീറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് നന്ദി ഭഗവാൻ. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇവിടെ നല്ലൊരു വേപ്പ് മരമുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്ക് വെയിലത്ത് ഇതിൻ്റെ തണലായിരുന്നു ആദ്യം വന്നപ്പോൾ. അന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് കണ്ടായിരുന്നില്ല. കണ്ടല്ലേ, ഇപ്പം നമ്മൾ നേരത്തെ കാണുന്ന ആ ഭാഗങ്ങളാണ്. ഇവിടേക്കാണ് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് വെയിലത്ത്. അവിടെയൊക്കെ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗോപുരം ഇരിക്കാനുള്ള സ്ഥലം. മൊത്തം ലൈറ്റ് ആയപ്പോഴത്തേക്ക് ഒരു വല്ലാത്ത രസമാണ്. ഒന്നുകൂടെ നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. മഹേഷ് അവിടെ നിന്ന് തന്നെ മാടി വിളിക്കുന്നുണ്ട്. ഇവിടെ എന്തോ പ്രത്യേക പൂജ നടക്കുന്നു, അതിൽ തൊഴാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അതൊരു അമ്പലത്തിൽ പൂജയുണ്ട്. അവൻ അതിന് പൂജാ കാര്യങ്ങൾ അറിയാമെന്നുള്ളൂ. അമ്പലത്തിലേക്ക് കയറാം, വരും. നന്ദി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ്സ് ഒക്കെ കാണും. ഇതൊക്കെ പുതുതായിട്ടിട്ടാന്ന് തോന്നുന്നു. പഴയ ലൈറ്റാണോ പുതിയ ലൈറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കട്ടിൻ്റെ മുകളിൽ ഒരുപാട് ചുവർ ചിത്രങ്ങളുണ്ട് കേട്ടോ. വളരെ മനോഹരമായ ചുവർ ചിത്രങ്ങളാണ്. ചിലപ്പോൾ ഇത് പകൽ കുറച്ചും കൂടി വെളിയോടെ കിട്ടുമായിരുന്നു. ഇപ്പോൾ രാത്രി വന്നുകൊണ്ടായിരിക്കും കിട്ടുന്നില്ല. കുറച്ച് സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭഗവാൻ ഇനി അകത്തേക്ക് ഇനി വീഡിയോഗ്രാഫി പ്രൊവൈഡ് ആണോയെന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമായ ശില്പകലയുടെ ചാരുതയും ചോള സാമ്രാജ്യത്തിൻ്റെ ശില്പകലയുടെ ചാരുതയും വിളിച്ചോറുന്ന രീതിയിലുള്ള ഒരുപാട് വർക്കുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതെല്ലാം ഒറ്റക്കല്ലാണ്. ഇവിടെ തൂണുകളെല്ലാം ഒറ്റക്കല്ലാണ്. എല്ലാം ഒരുപോലെ ഇരിക്കുന്ന വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഞാൻ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണ് ഗെയ്സ്. അകത്തേക്ക് കയറാൻ പോകും. അപ്പോൾ ഞാൻ അമ്പലത്തിലെ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. വേറൊരു അമ്പലമായിരുന്നു, ഒരു ദേവീക്ഷേത്രമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇത് കഴിഞ്ഞിറങ്ങി വേർക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ചൂടുണ്ട്. വൈകുന്നേരം ഏകദേശം ടൈം 6 അടുപ്പിച്ച് 6:36 6:30 മണിയായി. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയൊരു ഭയങ്കര ചൂടുണ്ട് കേട്ടോ, വേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പോവാം. എല്ലാം ഉണ്ട് ഇവിടെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. പകർത്താൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പകർത്തണം അവിടെ. പക്ഷേ എല്ലാം കൂടി നമുക്ക് പറ്റില്ല. കാര്യം ഒരുപാടുണ്ട് അമ്പലം. ഇവിടെ ഒരു സരസ്വതി ദേവിയുടെ അത് കാണിക്കാതെ പോയാൽ ശരിയാവില്ല. ഒരു പഴയ കാലത്ത് ആരും വരച്ചൊരു ഫോട്ടോയാണ്. അത് വരച്ചാന്ന് എനിക്കറിയില്ല. വിളക്കിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ചിത്രമാണ് ദേവിയുടെ. നമ്മൾ എടുക്കുകയാണ്. ഒരു ഗ്രില്ലൊക്കെ
ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും അതിൽ തമിഴിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്കറിയില്ല ആരാണ് വരച്ചത്. ആരോ അന്നത്തെ കാലത്ത് വരച്ചൊരു ചിത്രമാണെന്ന് തോന്നുന്നു. മഹേഷ് കട്ട വെയിറ്റിംഗ് ആണ്. മഹേഷിന് വീഡിയോഗ്രാഫിയോട് താല്പര്യം ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മടുക്കാൻ തുടങ്ങി. കാര്യം ഒരു 2-2.5 മണിക്കൂറായി നമ്മളെ അമ്പലത്തിൽ കയറിയിട്ട്. അമ്പലത്തിലെ പല കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ നന്ദി ഭഗവാനെ കാണാൻ പോവുകയാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങാം. ശിവനെ നോക്കിയിരിക്കുന്ന 150 എബോവ് ഫീറ്റിന് മുകളിലുള്ള ഒരു നന്ദി ഭഗവാനെ കാണാനാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് അടുത്ത വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എടുക്കുന്നുണ്ടാവും ഒന്നും ആൾക്കാർ. എന്നാലും ഞാനൊന്ന് നോക്കിയാണ്. ഇതുവഴി വാ, ഇറങ്ങണ വഴിയാണ്. അപ്പോൾ മഹേഷ് പറഞ്ഞതനുസരിച്ച് അവൻ്റെ കാര്യങ്ങളനുസരിച്ച് ഇറങ്ങുന്ന വഴി കൂടി നമ്മൾ പോകുന്നില്ല, കയറുന്ന വഴി തന്നെ പോകണമെന്നാണ് അവൻ്റെ അഭിപ്രായം. അപ്പോൾ കണ്ടോ ലൈറ്റ് വന്നപ്പോൾ കണ്ടോ, ഈ തഞ്ചാവൂരിൻ്റെ ഭംഗി രാത്രി ലൈറ്റ് കണ്ടോ. ലൈറ്റ് ഇവിടെ ഈ ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കരിങ്കല്ലിലേക്ക്. ഗോപുരം നോക്കി തൊഴുന്ന ശ്രീ മഹേഷിനെ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ കാര്യമായ മന്ത്രതന്ത്ര ജപങ്ങളൊക്കെ നടത്തിക്കൊണ്ടവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? വളരെ ഭംഗിയാണ്, വളരെ ഭംഗി. നമ്മൾ വന്നതിനേക്കാളും അന്തരീക്ഷം വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ ആർക്കിയോളജിയിൽ സർവേയുടെ ഒരു വീഡിയോ ഇതുകൂടെ ഉണ്ട് നന്ദി മണ്ഡപത്തെക്കുറിച്ച്. ദിസ് മണ്ഡപ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ സെയിം ആക്സിസ് ഓഫ് ഗർഭംഗരംഗ ആൻഡ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അത് മൊത്തം വായിക്കാനുള്ള ഒരു അവസ്ഥയൊന്നും എനിക്കില്ല. നിങ്ങൾ തന്നെ വായിച്ചു. ഞാൻ കുറച്ച് നേരം വീഡിയോ എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ലൈറ്റ് കണ്ടോ. തഞ്ചാവൂരിൽ ആ ഗോപുരത്തിലൊക്കെ ലൈറ്റ് വന്നപ്പോഴത്തേക്ക് എന്താ ഭംഗി. അപ്പോൾ ആ പകല് രാവിലെ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതൊന്നും വെയിൽ കാരണം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തിയിട്ട് രാത്രിയിലേക്ക് പോകുന്നത്. രാത്രി മഹേഷ് എല്ലായിടത്തും മുൻകൂട്ടി കയറുന്നുണ്ട്. ഞാനൊരു ക്യാമറാമാൻ ആയതുകൊണ്ട് മാത്രം എനിക്കിതിൻ്റെ വീഡിയോകളും ഭംഗിയും പകർത്തി കയറാൻ മാത്രമേ തോന്നുള്ളൂ. അവനെപ്പോലെ അങ്ങനെ നടന്ന് കയറാൻ എനിക്ക് തോന്നുന്നില്ല. എന്നാലും സമയം അതിക്രമിക്കുന്നു, ലൈറ്റ് പോകുന്നതുകൊണ്ട്. അവിടെ ഈ മൊബൈൽ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് ആ ഗോപുരം കണ്ടോ, നന്ദി ഭഗവാൻ നോക്കുന്ന അമ്പലത്തിൽ ഭഗവാനെ നോക്കുന്ന രീതിയിലാണ് നന്ദി ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാനെ കാണാമെന്നാണ് ഈ നന്ദി ഭഗവാൻ ഇവിടെ ഇരുന്ന് ശിവഭഗവാനെ കാണാമെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ നമുക്ക് ഈ ഏതൊരു ആക്സസ് നോക്കി ഭഗവാൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടോ, നന്ദി ഭഗവാനെ കാണാൻ വളരെ 150 ഫീറ്റ് ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളവിടേക്ക് പോകുന്നു. മഹേഷ് വളരെ ഭക്തിലോലുപമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുവർച്ചിത്രങ്ങളുണ്ടോ, അത് നല്ല ഭംഗിയ ചുവർച്ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നന്ദി ഭഗവാന്റെ അവിടെ നിന്നുണ്ട് കൊടിമരം കാണാം. കൊടിമരത്തിൽ നേരെ അമ്പലം കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സൂം ചെയ്ത് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. ഒരു നന്ദി ഭഗവാന് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വ്യൂ ശിവഭഗവാനെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ നന്ദി ഭഗവാനെ തൊഴുത് പ്രസാദം വാങ്ങിക്കാൻ പോവുകയാണ്. കട്ട് ചെയ്യാണ് ഞാൻ. ഇവിടെ നമ്മളിങ്ങനെ എടുക്കുകയാണ്. നമുക്കിനി നന്ദി ഭഗവാൻ ഒരു വലയം വയ്ക്കണം. അപ്പോൾ അവിടെ നിന്ന് പ്രസാദം വാങ്ങിച്ച് നമുക്കത് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇതാണ് നന്ദി ഭഗവാൻ്റെ. അതുകൊണ്ട് അവിടെ ചുവർ ചിത്രങ്ങളാണോ. ഈ ചുവർ ചിത്രങ്ങൾ ഒരു എങ്ങനെ വരച്ചോ എന്നൊക്കെ നമുക്ക് ഒരു ചോദിച്ചിട്ടാണ്. വളരെ മനോഹരമായ രീതിയിലാണ്. ഒറ്റ കല്ലിലാണ് ഈ ഭഗവാൻ, ഒറ്റ കല്ലാണ്. അതിനൊരു ഭീമാകാരമായ വലിപ്പം. അത് എത്രത്തോളം എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നു, എനിക്കത് ക്യാമറ ക്ലിയർ ആയിട്ട് കിട്ടുന്നു പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എങ്ങനെ, അതായത് ഞാൻ പറഞ്ഞില്ലേ, വെറും മനുഷ്യനും മൃഗങ്ങളും, അതായത് മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ആന, മനുഷ്യൻ, ഇവർ ചേർന്ന് കിട്ടിയൊരു അമ്പലമാണ്. ആ രാജഭരണകാലത്തിൻ്റെ ആ ഒരു കഴിവ്, അവരുടെ ഒരു അഴിമതിയില്ലായ്മ, ഇതിനു വേണ്ടി ഈ കോവിൽ അമ്പലം പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഭരണകൂടത്തിനെ തന്നെ നിയോഗിച്ചതാണ്. ഈ അമ്പലം ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിമാരെ നിയോഗിച്ചു. ഒരു ഭരണകൂടം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം തന്നെ ഇവിടെ നിർമ്മിച്ചു എന്നാണ് ഇതിൻ്റെ ചരിത്രകാരന്മാർ പറയുന്നത്. ആയിരിക്കാം അങ്ങനെ ഒരു ഭരണകൂടത്തിൻ്റെ, ഇതിനു വേണ്ടി തന്നെ ഒരു ഭരണകൂടം ഉണ്ടായതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം നമുക്ക് അമ്പലം ഇത്രയും മനോഹരമായിട്ട് പണിയാനും അത്രയും ഒരു ശില്പചാരിത കാഴ്ച ഭംഗി നമുക്ക് തരുന്നത്. അതായത് ആ പഴയ ആൾക്കാരുടെ ആ ഒരു കഴിവിനെ നമ്മൾ അംഗീകരിക്കും. അല്ലാതെ നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഒരു പ്രഭവ കൽത്തൂണി വന്നിരിക്കുന്നത്. അത് തന്നെ മഹേഷിൻ്റെ ഒരു ക്ലോസപ്പ് വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ മുഖം തോന്നുന്നില്ല. ഓക്കെ, പോവാം. കുട്ടികൾ ഒരുപാടുണ്ട്, ഒരുപാട് പേര് തൊഴുന്നുണ്ട്, മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഭക്ഷ്യ ആരുതയോടെ കുട്ടികളെ കാണുമ്പോൾ തലോടുന്ന മഹേഷിൻ്റെ ആ കരവിരുത മിക്കവാറും നാട്ടുകാരെ തല്ലി ഒടിക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്നായിരുന്നാലും നമുക്ക് ആ കൊടിമരം കാണാം. ഇവിടുന്ന് നന്ദി ഭഗവാന് കൃത്യമായിട്ട് ഭഗവാനെ കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുകയാണ്. ഇവിടെ
ഭഗവാനെ കൃത്യമായിട്ട് ഭഗവാനെ കാണാൻ പറ്റും. ഇവിടുന്ന് ഗോപുരത്തിൻ്റെ സൂം ചെയ്ത ഫോട്ടോയാണ് ഞാൻ എടുക്കുന്നത്. നന്ദി ഭഗവാന്റെ ക്ഷേത്രവും തൊഴുതു, തഞ്ചാവൂരിലെ അവസാന ദൈവങ്ങളെയും തൊഴുതിട്ട് ഇവിടുത്തെ കാലാവസ്ഥയും വർണ്ണചാതുര്യങ്ങളും വെട്ടത്തിൻ്റെ ഭംഗിയിൽ തഞ്ചാവൂരിൻ്റെ ഒരു മാസ്മരികത കണ്ടുകൊണ്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഗീസ്. അതാ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്ര മനോഹരമാണ്. ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് ചൂട് കാരണം എങ്ങനെയും പോയാൽ മതിയായിരുന്നു. ഇവിടെ ഒരുപാട് പേര് വന്ന് വിശ്രമിക്കുന്നു, അവരുടെ ഒരു വിശ്രമ സംഖ്യ പോലെ പ്രാർത്ഥിച്ചിട്ട് അവിടെ എന്തോ പാട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആ മണ്ഡപത്തിലേക്ക് കൂടെ ഒന്ന് പോകാൻ മഹേഷ്. ആ മണ്ഡപം കൂടി ഇനി പ്രേക്ഷകരെ കാണിച്ചില്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നത് ഒരു തെറ്റായി പോകും. ഇവിടെ കണ്ടോ, നമ്മുടെ ഓടുകളാണ് ഇവിടെ പാവിയിരിക്കുന്നത്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ മണ്ഡപത്തിൽ ലൈറ്റിൻ്റെ രസമുണ്ട്. നമ്മളതിനെ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് ഇവിടെ ഒരു ബോക്സിലാണ് പാട്ട് ചെയ്യുന്നത്. ഞാൻ എന്തോ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സരസ്വതി നടരാജ വിഗ്രഹമാണ് ഭഗവാന്റെ ശിവന്റെ. നമുക്ക് അവിടേക്കൊന്ന് കയറാം. നടരാജ വിഗ്രഹമാണ്. ഇവിടെ കുറേ ആൾക്കാർ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടോ, ഒറ്റക്കൽ തൂണാണ് എല്ലാം, വലിയ ഒറ്റക്കല്ലിലെ കരിങ്കൽ തൂണുകളാണ്. പെരുമാളിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഫോട്ടോസുണ്ട്. മഹേഷ് അവിടെയും ധ്യാനനിമഗ്നായിട്ട് നിൽക്കുകയാണ്. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൂരെ നിന്ന് നടരാജ വിഗ്രഹത്തിൻ്റെ ഗ്രില്ലുള്ളത് കാരണം മുഴുവനായിട്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. തമിഴ് ആയതുകൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ എല്ലാവരും പകർത്തിയിട്ടുണ്ട്. അറിയാവുന്ന തമിഴിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളവിടെ നോക്കിയിട്ട് നമ്മളങ്ങനെ ഇറങ്ങി ആകാശം കണ്ടു. എന്ത് ബ്യൂട്ടിയാണ് നോക്കിയാൽ, നീല കളറിൽ കിടക്കുന്നത്. ഇറ്റ്സ് വെരി ഫാന്റാസ്റ്റിക്. ഭംഗിയുടെ ശില്പചാതുരിയും പ്രകൃതി ഭംഗിയും കൂടി ചേർത്ത് ഒരു അമ്പലത്തിന് ഇത്രയും മനോഹരമാക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമാണ് കേസ് എനിക്കുണ്ടായിരുന്നത്. പറയാതെ വയ്യ. കണ്ടോ അമ്പലത്തിലൊക്കെ രാത്രി ഭംഗിയുണ്ടോ? ഓക്കെ, ഒക്കെ വെച്ചിട്ട് പോലീസുകാരെ പോകുന്നുണ്ട്, താടിയൊക്കെ വെച്ചിട്ട്. ഇങ്ങനെയാണ് നല്ല സെക്യൂരിറ്റിക്കായിരിക്കും. കട നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ പ്രസാദമൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ മഹേഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മഹേഷ് അവിടെ ലഡ്ഡു തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലഡ്ഡു വരുമോ? ഇത്തിരി ലഡ്ഡു വരുമോ എന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കുന്ന തിരക്ക് കാരണം എനിക്ക് ലഡ്ഡു കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് ലഡ്ഡു ഞാൻ കഴിക്കേണ്ടത്. പ്രസാദം തന്നെ കഴിക്കുകയാണ്. വലിയ മധുരമൊന്നുമില്ല, രസമൊക്കെയുള്ള നല്ല ടേസ്റ്റുള്ള ലഡ്ഡുവാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കോവിലിനെ കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറേ ഏകദേശം 2-2.5 മണിക്കൂർ 3 മണിക്കൂർക്കുള്ളായി നമ്മളിവിടെ വന്നിട്ട് തിരിച്ച് റൂമിൽ പോകണം. നാളെ വൈദ്യശീല കോവിൽ. ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഗോപുരത്തിൻ്റെയും ഇതിനൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ്. അതിൻ്റെ കൂടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിക്കാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഞാൻ മഹേഷും കൂടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് നടന്ന്. എൻ്റെ ക്ഷീണം കാലൊക്കെ നല്ല വേദനിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നടന്നു. ഇപ്പോഴും ആ കരിങ്കല്ലിലെ ചൂട് പോയിട്ടില്ല കേസ്. ഏകദേശം 6:30 മണി കഴിഞ്ഞു. നമ്മളിങ്ങനെ നടന്ന് വെളിയിലേക്ക് പോവുകയാണ്. ഇനി വെളിയിലത്തെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്താം. അമ്പലത്തിൽ നമ്മുടെ വിഷൽസാണ്. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ബൈ. നമ്മൾ ഈ ഗോപുരത്തിൻ്റെ പിൻഭാഗമാണ് നമ്മൾ കയറി വന്ന ഗോപുരമല്ലേ. ഇപ്പോൾ ലൈറ്റില്ലായിരുന്നു, പക്ഷേ ലൈറ്റ് ഉണ്ട്. ആ ഷെയ്ഡ്സ് അടിക്കുന്നതാണ് കറുത്ത കളറിൽ കാണുന്നത്. ഞാൻ വിചാരിച്ച കേസിൽ ദൂരെ നിന്ന് കാണുമ്പോൾ വരുന്ന മഞ്ഞ പെയിൻ്റൊന്നും അടിച്ചിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ അടുത്ത് വരുമ്പോഴത്തേക്ക് കരിങ്കല്ല് നാച്ചുറൽ കളറാണ്. ഇത് പ്രകൃതി തന്നെ അതിന് ചാലിച്ചു കൊടുത്ത കളറാണെന്ന് തോന്നുന്നു. മഴയൊക്കെ പെയ്ത് അഴുക്കൊക്കെ വരുന്നത് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങളങ്ങനെ നടന്നു പോകണം. ഭക്തജനങ്ങളുടെ തിരക്ക് നിൽക്കുന്നില്ല. 7 മണിക്കെന്തോ ഇവിടെ അടയ്ക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവുക. കണ്ടോ ഭംഗിയാണോ, ലൈറ്റ്സിൻ്റെ ഭംഗിയാണോ. ലൈറ്റ് വളരെ കുറച്ച് ലൈറ്റേ ഉള്ളൂ, വളരെ ഒരുപാടൊന്നും വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വീട്ടിലെടുക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത മാസ്കേനിക കാഴ്ചയാണ്. ഞാനൊന്ന് തിരിച്ചിട്ട് നമ്മുടെ ഇറങ്ങിയ ആ കയറിയ ഗോപുരം കൂടെ ലൈറ്റിൽ കാണിച്ചു. ഇതാണ് നമ്മൾ കയറിയത്. നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ, നല്ല വെട്ടമുണ്ട്. ഈ കല്ലിലൊക്കെ ഒരുപാട് വെട്ടവും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുത്തുണ്ണിൽ കാണിച്ചു. ഇതാണ് ഗോപുരം. ലൈറ്റ്സ് ഉണ്ട്, ശിവശിവാന്ന് എഴുതിയിരിക്കുന്നു. അമ്പലം കാണാം, വളരെ ഭംഗിയാണ്. രാത്രി കാണാൻ ചെമ്പകമൊക്കെ കണ്ടു. നല്ല രസമുണ്ട് രാത്രി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നമ്മൾ കാണാം. മഹേഷ് അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു, കാണുന്നില്ല. എന്നെക്കാളും വളരെ മുമ്പേ പോയി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വളരെ പതുക്കെ പോകുന്നത്. ഈ ഭംഗി എങ്ങനെ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റും? ഇവിടെ വന്ന് എങ്ങനെ നമ്മൾ അബ്രപാളികളിൽ ഇതിനെ പകർത്താതിരിക്കും? ദിസ് ഈസ് തഞ്ചാവൂർ, മാജിക് ഓഫ് ദ ചോള ഡൈനാസ്റ്റി. അതിനെക്കൊണ്ടൊന്നും പറയാൻ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. വളരെ കുറച്ച് ലൈറ്റുള്ളൂ നമ്മൾ, പക്ഷേ ക്യാമറ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ.
എന്താ പറയുക, ഫോട്ടോജെനിക്കാന്ന് പറയാം. ഫോട്ടോജെനിക്കാന്നല്ല, ഫോട്ടോജെനിക്കാണ് പറയാന്നല്ല. തൽക്കാലത്തേക്ക് നമ്മൾ ചെരുപ്പൊക്കെ എടുക്കാൻ പോകണം, അതിനകത്തേക്ക് പോകേണ്ടത്. മകേഷ് അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല, അവിടെ നിന്ന് തന്നെ കൈ കാണിക്കുന്നു. ഇപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നു വീടിന് വെളിയിറങ്ങിയിട്ട്. കൊടുക്കൽ പറഞ്ഞ് 2 കിലുക്ക് എടുത്തിട്ടുണ്ട്. സൂപ്പർ, കൊള്ളാം. 2 കിലുക്കിന് 200 രൂപ എന്ന് പറയുന്നു. വാങ്ങിക്കുന്നുണ്ട്, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. പീസ് അപ്പോൾ നമ്മൾ ചെരുപ്പ് വെച്ച സ്ഥലത്ത് നിന്ന് ചെരുപ്പൊക്കെ എടുത്തു. പിന്നെ 2 കിലുക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിള്ളേർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജരാജ ചോഴൻ്റെയും കരികാല ചോഴൻ്റെയും ചോഴ ഡൈനാസ്റ്റിയുടെ ഈ അമ്പലത്തിൽ നിന്ന് നമ്മുടെ തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. വീണ്ടും ഒരു കാഴ്ചയ്ക്ക് കൂടി വരുമെന്ന് ഭഗവാനോട് അതിനുള്ള കഴിവുകളൊക്കെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നു. നേരത്തെ വന്നപ്പോൾ ലൈറ്റ് ഇട്ടില്ല, ഇവിടെ ലൈറ്റ് ഇട്ടപ്പോൾ വളരെ ഭംഗിയാണ്, നല്ല മനോഹരമായിട്ട് വരികയാണ്. നമ്മളങ്ങനെ അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഹേഷിൻ്റെ മൊട്ടത്തല മാത്രമേ വീഡിയോ കാണാൻ പറ്റുന്നുള്ളൂ. കഷണ്ടിത്തലൻ മഹേഷ്. ഇവിടെ ആൾക്കാർ എന്തൊക്കെ എണ്ണയും കാര്യങ്ങളൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്. നേരത്തെ പോയപ്പെടുത്തില്ല, ഇവിടെ പൂജാദ്രവ്യങ്ങളാണ് അവർ വിൽക്കുന്നുണ്ട്. അതൊരു തൊഴിൽ മാർഗ്ഗമാണെന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. ഇത് കോട്ട ഇവിടെ ആക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഭടന്മാരെയൊക്കെ പണ്ട് കാവൽ നിർത്തിയിരുന്ന സ്ഥലങ്ങളാണ് ഈ ചെറിയ ചെറിയ പൊത്തങ്ങളുണ്ട്. അവിടെ പീരിയങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ആ പീരിയങ്ങയാണ് കാണിച്ചു തന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാർ തൊഴാൻ വരുന്നതിനേക്കാളും കൂടുതൽ ഫോട്ടോ എടുക്കാനാണ് വരുന്നത്. കാര്യം ഇവിടെ ഫോട്ടോ എടുക്കുന്നതിൽ ആരും കുറ്റം പറയാൻ പാടില്ല. കാര്യം എടുത്തു പോകും, അത്രയും ശില്പചാതുര്യതയും നയന മനോഹരിതയുമുള്ളൊരിതാണ്. അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, വെളിയിലേക്ക് പോകുന്നു. നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാം. വീട്ടിൽ രാത്രി ഭംഗിയാണ്. നമ്മൾ നേരത്തെ കയറിപ്പോയപ്പോൾ തിരിച്ചു കൊണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാരുടെ ഒഴുക്ക് 8 മണിക്ക് ഇവിടെ അടയ്ക്കുമെങ്കിൽ ആൾക്കാരുടെ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഉടായ്പാണ്. വാങ്ങിക്കില്ലെന്ന്, ഉടായ്പാണെന്ന്. അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ, നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ വീഡിയോ കാഴ്ചകൾ മതിയാക്കി നാളെ രാവിലെ വൈദീശ്വരൻ കോവിലേക്ക് ആ യാത്രകളിലേക്ക് പോയി ഇവിടെ ബൈ ബൈ. കാറിയിടാൻ വേണ്ടി മകേഷ് മുല്ലപ്പൂ വിലപേശി വാങ്ങിക്കൊണ്ടിരുന്നതാണ് നോക്കുന്നത്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേസ്, എല്ലാം പറ്റിച്ച് വാങ്ങി. ഞാൻ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കുറേ മാലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതാണ്. എല്ലാം ഉടായ്പായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴേ അതിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നേക്കും. അതുകൊണ്ട് പിന്നെ ഒന്ന് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. കുറച്ച് മുല്ലപ്പൂ മാത്രം മകേഷ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ കടയിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പർച്ചേസിങ് കഴിഞ്ഞ് ജസ്റ്റ് ആ കടയൊക്കെ ഒന്ന് ചുറ്റിക്കഴിഞ്ഞ് നോക്കി നേരെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, വണ്ടി എടുക്കുക, നേരെ റൂമിൽ പോയി കിടന്നുറങ്ങണം. നാളെ രാവിലെ വൈദീശ്വരൻ കോവിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ കോവിലിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ റൂമിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മുഴുവനായി കാണുക. എന്നാലേ ഞങ്ങൾക്ക് ഇതേപോലുള്ള ട്രാവൽ വീഡിയോകൾ ഇനിയും ചെയ്യാനുള്ളൊരു ഉത്തേജനം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.